കോൺഗ്രസ് ഭരിക്കുന്ന വെള്ളറട ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയിൽ അഴിമതി. തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരിലാണ് കോടികളുടെ അഴിമതി നടത്തിയത്. കണ്ടെത്തിയത് 2.79 കോടിയുടെ ക്രമക്കേടാണ്. 2,79,00,000 ക്രമക്കേട്. തട്ടിപ്പ് പുറത്തു വന്നത് സംസ്ഥാന ഓഡിറ്റ് വകുപ്പ് നടത്തിയ പരിശോധനയിൽ. ഓഡിറ്റ് റിപ്പോർട്ടിന്റെ പകർപ്പ് കൈരളി ന്യൂസിന് ലഭിച്ചു. വിവരങ്ങളുമായി ഇപ്പോൾ നിർഭൻ ചക്രവർത്തി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത്. നിർഭൻ, എങ്ങനെയാണ് ഈ വെള്ളറടയിലെ കോൺഗ്രസ് ഭരണസമിതി തട്ടിപ്പ് നടത്തിയത്? 2,79,00,000 രൂപ എന്ന് പറയുന്നത് വലിയ തുകയാണ്. പ്രത്യേകിച്ചും തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികൾക്ക് നൽകേണ്ട തുകയായിരിക്കും. എങ്ങനെയാണ് തട്ടിപ്പ് നടത്തിയത്? എങ്ങനെയാണ് പുറത്തു വന്നത്? തീർച്ചയായും തിരുവനന്തപുരം ജില്ലയിലെ കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്താണ്, ഗ്രാമപഞ്ചായത്താണ് വെള്ളറട ഗ്രാമപഞ്ചായത്ത്. ആ ഗ്രാമപഞ്ചായത്തിലാണ് സിജു സൂചിപ്പിച്ചതുപോലെ ഗുരുതരമായ തട്ടിപ്പാണ്. ഒരു പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം 2,79,00,000 രൂപ എന്ന് പറഞ്ഞാൽ വലിയ തുകയാണ്. അത് തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം മെറ്റീരിയൽ വർക്കുണ്ട്. അതായത് തൊഴിലുറപ്പിൻ്റെ സാധാരണയുള്ള പ്രവർത്തനത്തിന്, ശുചീകരണം അടക്കമുള്ള പ്രവർത്തനത്തിന് അതിനേക്കാൾ കൂടുതൽ ഫണ്ട് ചിലവഴിക്കുന്നത് മെറ്റീരിയൽ വർക്കിനാണ്. അത് ചെറിയ കലുങ്കുകൾ, ഇട റോഡുകൾ, ചെറിയ പാലങ്ങൾ, ഒപ്പം തന്നെ ഈ കുളങ്ങളൊക്കെ നവീകരിക്കുക, അങ്ങനെയുള്ള ജോലികൾക്ക് വേണ്ടിയിട്ടാണ് ഈ മെറ്റീരിയൽ ഫണ്ട് മാറ്റിവെക്കുന്നത്. അതിലാണ് 2,79,00,000 രൂപ തട്ടിപ്പ് ഗ്രാമപഞ്ചായത്ത് അധികൃതർ നടത്തിയിട്ടുള്ളത്. കോൺഗ്രസ് ആണ് ആ ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നത്. അവിടെ സംസ്ഥാന ഓഡിറ്റ് വിഭാഗം നടത്തിയ പരിശോധനയിൽ ഗുരുതരമായ തട്ടിപ്പ് കണ്ടെത്തി. മാത്രമല്ല, ഈ സാധനങ്ങൾ ഒരേ ടെൻഡർമാരാണ്, നിരവധി ഒരേപോലെയുള്ള വർക്കുകൾ ഒരു കുടുംബത്തിലെ അംഗങ്ങൾ തന്നെ ചെയ്യുന്നു. മാത്രമല്ല, ഇതിന് മതിയായ മെറ്റീരിയൽ ഇറക്കിയതിൻ്റെ രേഖകളില്ല, മെറ്റീരിയൽ പർച്ചേസ് ചെയ്തതിൻ്റെ രേഖകൾ സമർപ്പിക്കാനായിട്ടില്ല. മാത്രമല്ല, ഈ വെണ്ടർമാർ, ഈ ഇറക്കുന്നയാൾ തന്നെയാണ് നിർമ്മാണ പ്രവർത്തനവും നടത്തിയിട്ടുള്ളത്. പല ടെൻഡറുകളും നൽകിയിട്ടുള്ളത് മത്സര സ്വഭാവത്തിലല്ല. ഒന്നിലധികം പേർക്ക്, 1-2 പേർ മാത്രം ടെൻഡർ കൊടുക്കുന്നു. അത് തന്നെ ടെൻഡർ നടപടികൾ പൂർത്തിയാക്കിയിട്ടില്ല. പൂർത്തിയാക്കിയ നടപടിയിൽ തന്നെ ഒരു കുടുംബത്തിലുള്ള അംഗങ്ങൾ തന്നെയാണ് ടെൻഡർ എടുത്തിട്ടുള്ളതെന്നാണ് ലഭിക്കുന്നത്. സ്റ്റാമ്പ് ഡ്യൂട്ടി ഇനത്തിൽ മാത്രം സർക്കാരിന് 39,850 രൂപയുടെ നഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. എസ്റ്റിമേറ്റുകൾ പ്രകാരമുള്ള പണികൾ ചെയ്തിട്ടുള്ളത്. അതായത് സർക്കാർ അംഗീകരിക്കുന്ന, തദ്ദേശ സ്വയംഭരണ വകുപ്പ് അംഗീകരിക്കുന്ന പ്ലാൻ അനുസരിച്ചിട്ടുള്ള വർക്കുകൾ, എസ്റ്റിമേറ്റ് പ്രകാരമല്ല വർക്കുകൾ ചെയ്തിട്ടുള്ളത്. ഭൂരിപക്ഷം വർക്കുകൾക്കും 2 ടെൻഡറുകൾ മാത്രമാണുള്ളത്. ആ 2 ടെൻഡറുകൾ തന്നെ മതിയായ രേഖകളിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്. 2021 മുതൽ 2024 വരെയുള്ള മെറ്റീരിയൽ വർക്കുകളാണ് പരിശോധിച്ചത്. ക്രമക്കേടുകൾ സംസ്ഥാന വിജിലൻസ് അന്വേഷിക്കണമെന്ന് ഓംബുഡ്സ്മാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഈ കുറ്റക്കാരായ ഈ 2,79,00,000 രൂപ നഷ്ടം വരുത്തിയ, ക്രമക്കേട് നടത്തിയ, അവർക്ക് തന്നെ അഴിമതി നടത്തിയ അവരിൽ നിന്ന് തന്നെ ഈ പണം ഈടാക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് ഓംബുഡ്സ്മാൻ പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സിജു, ഇതിനെ സംബന്ധിച്ച് ഇവർ സത്യവാങ്മൂലം പഞ്ചായത്ത് അധികൃതർ ഭരണസമിതി എഴുതി നൽകിയിട്ടുണ്ട്. മനഃപൂർവ്വം ഉണ്ടാക്കിയ അഴിമതിയും അപാകതയുമല്ല, അതുകൊണ്ട് ക്ഷമിച്ച് മാപ്പാക്കണം എന്നതാണ് ഈ ഇവർ നൽകിയ വിശദീകരണത്തിൽ പറയുന്നത്. അതിൻ്റെ രേഖകൾ കൈരളി ന്യൂസിന് ലഭിച്ചിട്ടുണ്ട്. ആ രേഖകളിൽ തന്നെ ഇത്തരം കാര്യങ്ങൾ അവർ പഞ്ചായത്തിന്റെ അധികൃതരുടെ, പ്രത്യേകിച്ച് പഞ്ചായത്ത് ഭരണസമിതിയുടെ വിശദീകരിക്കുന്നുണ്ട്. നിർഭൻ, ഈ ക്ഷമിച്ച് മാപ്പാക്കണമെന്ന് പറഞ്ഞത് ആരോടാണ് ഭരണസമിതി? നമുക്കറിയാം, ഈ 100 അല്ലെങ്കിൽ 1000 10,000 രൂപയുടെ അല്ലെങ്കിൽ 1,00,000 രൂപയുടെ ഒരു പിഴമാണ് പറ്റിയതെങ്കിൽ ക്ഷമിക്കാം. ഒരു പക്ഷേ ആരാണ് ക്ഷമിക്കേണ്ടത് അവർക്ക് ക്ഷമിക്കാം. പക്ഷേ ഇവിടെ പൊതുജനത്തിൻ്റെ പണമാണ്. 2,79,00,000 രൂപ, 3 കോടിയോളം രൂപ. അതിൽ ഇപ്പോൾ നിർഭൻ പറഞ്ഞതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത്, ഒരേ കുടുംബത്തിൽ തന്നെ പല ആളുകൾ ടെൻഡർ ഏറ്റെടുത്തു. ടെൻഡർ അതോടൊപ്പം തന്നെ ഈ കരാറുകാരൻ തന്നെ, അതായത് സാധനങ്ങൾ സപ്ലൈ ചെയ്ത ആളിന് തന്നെയാണ് വീണ്ടും കരാർ കൊടുക്കുന്നത്. അങ്ങനെ വ്യാപകമായ അഴിമതിയാണ് നടത്തിയത്. വളരെ പ്രഥമ ദൃഷ്ട്യാ തന്നെ ബോധ്യപ്പെടുന്നുണ്ട്. ഒരു ഭരണസമിതി, കോൺഗ്രസിൻ്റെ നേതാക്കൾ അടക്കം ഇരുന്നു കൊണ്ട് 2,80,00,000 രൂപ എന്ന് പറഞ്ഞാൽ ചെറിയ തുകയല്ല. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പല തരത്തിൽ നമുക്കറിയാം, തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ എല്ലാ പ്രവൃത്തികളും കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ് നൽകാറുള്ളത്. കരാറിൽ ആര് എങ്ങനെ പങ്കെടുക്കും എന്നുള്ളത് പരിശോധിക്കേണ്ട സംവിധാനവുമുണ്ട്. പക്ഷേ അതിനെ കൂടി കബളിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ വെള്ളറട പഞ്ചായത്ത് ഭരണസമിതി ഈ അഴിമതി നടത്തിയിരിക്കുന്നു. ഒടുവിൽ ക്ഷമാപണം കൂടി, ക്ഷമ നൽകണം, മാപ്പാക്കണം കൂടി പറഞ്ഞിരിക്കുന്നു. തീർച്ചയായും ഈ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഈ പറഞ്ഞ പരിശോധനാ സമിതി തന്നെ, ധനകാര്യ വകുപ്പിൻ്റെ പ്രത്യേകിച്ച് ഇത് പരിശോധിക്കുന്ന ടീം തന്നെ ഇത് പരിശോധന സംബന്ധിച്ച വിശദീകരണം, ഓരോ രേഖകളെ സംബന്ധിച്ചും പഞ്ചായത്ത് അധികൃതരോട്, പ്രത്യേകിച്ച് പഞ്ചായത്ത് ഭരണസമിതിയുടെ വിശദീകരണം ചോദിക്കും. ഈ റോഡുകളുടെ കണക്ക് അവർ ഈ പറഞ്ഞ മതിയായ ടെൻഡർ നടപടികൾ സ്വീകരിക്കാതെ, നിർമ്മിച്ചതിൽ രേഖകൾ നൽകാതെ ഈ വെണ്ടർമാർ തന്നെ നിർമ്മാണ പ്രവർത്തനം നടത്തിയ റോഡുകൾ, മുള്ളലുവിള മലമ്പുറക്കോണം റോഡ്, അരുവാട്ടുകുണം പച്ചയം വരെയുള്ള റോഡ്, ചുരുളി മുതൽ ചർച്ച് വരെയുള്ള നടപ്പാത നിർമ്മാണം, വട്ടം മുതൽ സ്നേഹാലയം വരെയുള്ള റോഡ്, ചന്തവിള മുതൽ കിഴക്കിൻകര വരെയുള്ള റോഡ് നിർമ്മാണം, അങ്ങനെ റോഡ് നിർമ്മാണം, ഒപ്പം തന്നെ ഈ ആട്ടിൻകൂട് നിർമ്മാണം തുടങ്ങിയിട്ടുള്ള ചെറിയ പദ്ധതികൾ അടക്കമുള്ള നിരവധി. ഏതായാലും ഈ അഴിമതിയുമായി ബന്ധപ്പെട്ട വെള്ളറടയിലെ കോൺഗ്രസ് ഭരണസമിതി നടത്തിയ അഴിമതിയുമായി ബന്ധപ്പെട്ട
കൂടുതൽ വിവരങ്ങൾ ഇനിയും പുറത്തു വരേണ്ടതുണ്ട്. ആദ്യഘട്ടത്തിൽ തന്നെ 2,79,00,000 രൂപയുടെ അഴിമതിയാണ് തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരിൽ വെള്ളറട കോൺഗ്രസ് ഭരണസമിതി നടത്തിയെന്നുള്ള വിവരങ്ങളാണിപ്പോൾ. അതിൽ വിജിലൻസ് അന്വേഷണവും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഓഡിറ്റ് വകുപ്പ്. വിവരങ്ങളാണ് നിർഭൻ ചക്രവർത്തി തിരുവനന്തപുരത്ത് നൽകിയത്.